ബ്രഹ്മസത്യം ജഗം മിഥ്യ ജീവോ ബ്രഹ്മൈവ. ബ്രഹ്മമാണ് സത്യം, പലതായി കാണുന്ന ഈ ജഗത്ത് മിഥ്യയാണ്, ജീവൻ ബ്രഹ്മം തന്നെയാണ്. ഈ 3 സിദ്ധാന്തങ്ങളിൽ രാമൻ ആദ്യമായി വിവരിക്കുന്നത് ജഗൻ മിഥ്യ സിദ്ധാന്തമാണ്. ഈ ജഗത്ത് മിഥ്യയാണ്. മിഥ്യയാണെന്ന് വെച്ചാൽ ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചയാണ് മിഥ്യ. മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് മിഥ്യയാണ്. വെള്ളമുണ്ടെന്ന് തോന്നുന്നു, വാസ്തവത്തിൽ ഇല്ല. ഒരു കയറിൽ സന്ധ്യാസമയത്ത് പാമ്പിനെ കാണുന്നത് മിഥ്യയാണ്. പാമ്പുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ വാസ്തവത്തിൽ പാമ്പില്ല. വസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ മിഥ്യാദർശനം ഇല്ലാതാവും. അതുവരെ വസ്തുവിനെ കണ്ടിട്ടുള്ളവർ യുക്തിയുക്തം ഇത് മിഥ്യാദർശനമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഗ്രഹിക്കുക. ആ സത്യം ഗ്രഹിച്ചുകൊണ്ട് വസ്തുദർശനത്തിനായി ശ്രമിക്കുക. ഈ ജഗത്തിൽ പലത് കാണുന്നത് മിഥ്യയാണ്. ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു വസ്തു, അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം, ആനന്ദസ്വരൂപമായ ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് സകലരുടെയും ഉള്ളിൽ ഞാനുണ്ട് എന്നിങ്ങനെ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജഗത്തിന്റെ മിഥ്യാത്വമാണ് രാമൻ ആദ്യമായി ലക്ഷ്മണനെ വിവരിച്ച് കേൾപ്പിക്കുന്നത്. ഹലോ ലക്ഷ്മണ, ഇത്ര കോപാന്ധനായിട്ട് കാര്യമൊന്നുമില്ല. വത്സ സൗമിത്രേ, കുമാര നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതു. മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കണേ. ആദ്യം ലക്ഷ്മണന്റെ ആത്മാർത്ഥതയെ അങ്ങേയറ്റം സ്തുതിക്കുകയാണ് ഭഗവാൻ. നിന്നെ എനിക്ക് നല്ലപോലെ അറിയാം, എന്നോട് നിനക്ക് അത്യധികം സ്നേഹമാണ്. അതുപോലെ നീ വിചാരിച്ചാൽ ഈ ലോകത്തൊന്നും നടക്കാത്തതായിട്ടില്ല, അതും എനിക്കറിയാം. എൻ്റെ അഭിഷേകം നടത്തണം എന്ന് നീ തീരുമാനിച്ചാൽ നടക്കും. പക്ഷെ ഒന്ന് നീ ആലോചിക്കും, ഞാൻ ചില കാര്യങ്ങൾ പറയാം. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവയുക്തം അതല്ല ഇകിലെന്തതിനാൽ ഫലം. ഈ 4 വരികളാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്മണ, ഈ ജഗത്ത് ഇല്ല, മിഥ്യയാണ്. അത് അങ്ങേയറ്റം യുക്തിയുക്തമായി രാമൻ പ്രതിപാദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ജഗത്ത് മിഥ്യയാകുന്നത്? ഇത് ദൃശ്യമാണ്, ഒരു കാഴ്ച. ജഗത്തിനെ മുഴുവൻ നമുക്ക് 2ആയി വിഭജിക്കാം, ദൃക്കെന്നും ദൃശ്യമെന്നും. കാഴ്ചക്കാരനെന്നും ആ കാഴ്ചക്കാരൻ കാണുന്ന കാഴ്ചകളെന്നും. നമ്മളിപ്പോ ഒരു മേശയെ കാണുന്നു, ഞാൻ മേശയെ കാണുന്നു. 2 ഘടകങ്ങളുണ്ട്. മേശയെ കാണുന്ന ഞാൻ കാണുന്ന മേശ. ഞാനാണ് കാണുന്നവൻ. ദൃക്ക് എന്ന് വെച്ചാൽ കണ്ണ്, കാണുന്നവൻ. ഞാൻ മേശയെ കാണുന്നു എന്നുള്ളിടത്ത് ഞാനാണ് ദൃക്ക്, മേശ ദൃശ്യം, കാഴ്ച. ജഗത്തിലെ സകല അനുഭവങ്ങളെയും നമുക്ക് ഇങ്ങനെ 2ആയി വേർതിരിക്കാം. നമ്മുടെ ഉള്ളിലുള്ള അനുഭവങ്ങളെപ്പോലും 2ആയി വേർതിരിക്കാം. വികാരങ്ങൾ, ഞാൻ കോപിക്കുന്നു, ഞാൻ കോപിക്കുന്നവൻ, കോപമാണ് അതിൽ ദൃശ്യമാകുന്ന വസ്തു. അപ്പോ കോപം ദൃശ്യം, ഞാൻ ദൃക്ക്, കോപിക്കുന്നവൻ. ഇങ്ങനെ ഏതനുഭവം എടുത്ത് നോക്കിക്കൊള്ളുക. അതിഗംഭീരമായി നിലനിൽപ്പിന്റെ രഹസ്യം നമുക്ക്
ഈ രണ്ട് ഘടകങ്ങളിൽ ഒതുങ്ങുന്നതായി കാണാം. ഇവിടെ ആകെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. ഏത് ശാസ്ത്രജ്ഞന്റെ ഏതനുഭവത്തെ വേണോ വിശകലനം ചെയ്ത് നോക്കിക്കൊള്ളുക. കാഴ്ചയും കാഴ്ചക്കാരനും, മൂന്നാമതൊരു വസ്തുവില്ല. ദൃഗ്ദൃശ്യവും ദ്വൗ പദാർത്ഥവസ്തഃ പരസ്പര വിലക്ഷണവും ദൃഗ്ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്തഡിണ്ടിമഃ. ഇവിടെ രണ്ട് പദാർത്ഥങ്ങളേ ഉള്ളൂ. ദൃഗ്ദൃശ്യവും, ദൃക്കും ദൃശ്യവും, ദ്വൗ പദാർത്ഥവും, രണ്ട് പദാർത്ഥങ്ങൾ, പരസ്പര വിലക്ഷണവും, രണ്ടും പരസ്പര വിരുദ്ധങ്ങളാണ്. ഒന്ന് പ്രകാശമെങ്കിൽ മറ്റേത് ഇരുട്ട്. ദൃക്ക് പ്രകാശം, ദൃശ്യം ഇരുട്ട്. ദൃക്ക് ബോധം, ദൃശ്യം ജഡം. ഇങ്ങനെ രണ്ട് പദാർത്ഥങ്ങളേ ഉള്ളൂ. ഞാൻ കോപിക്കുന്നു, ഞാൻ ബോധം, കോപം ജഡം, സൂക്ഷ്മജഡം. മനസ്സിന്റെ വികാരങ്ങളെല്ലാം സൂക്ഷ്മജഡങ്ങളാണ്. ഇതുപോലെ ഏതനുഭവത്തെ വേണോ വിശകലനം ചെയ്ത് നോക്കിക്കോളൂ. ദൃക്ക് പ്രകാശം, ദൃശ്യം പ്രകാശിപ്പിക്കപ്പെടുന്ന ജഡം. ഇതിനെന്താ പ്രാധാന്യം? ദൃക്ക് പ്രകാശിപ്പിച്ചെങ്കിലേ ദൃശ്യമുള്ളൂ, അല്ലെങ്കിൽ ദൃശ്യം ഇല്ല. ഞാൻ കോപിക്കുന്നു, ഞാൻ കോപിച്ചില്ലെങ്കിൽ കോപമില്ല. ഞാനോ കോപം പോയാൽ കുറെ കൂടെ തെളിഞ്ഞ് പ്രകാശിക്കുന്ന പ്രകാശം. ദൃശ്യം പോയാൽ ദൃക്ക് കുറെ കൂടെ തെളിഞ്ഞ് പ്രകാശിക്കും. ദൃശ്യത്തിനോ ദൃക്കിനെ കൈവിട്ടാൽ നിലനിൽപ്പേ ഇല്ല. ഒരു ദൃക്കിന്റെ അകമ്പടി കൂടാതെ ഒരു ദൃശ്യവും ഈ ലോകത്ത് പ്രകാശിക്കുകയില്ല. ശ്രീശങ്കര ഭഗവത്പാദർ ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് ഈ ദൃഗ്ദൃശ്യ വിഭാഗത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ്. അവിടെ അദ്ദേഹം ഞാൻ, നീ എന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ദൃക്ക്, നീ ദൃശ്യം. ഞാൻ ബോധം, നീ ജഡം. ഞാൻ വിഷയി, നീ വിഷയം. അതായത് ദൃശ്യം വിഷയം. ഇത് രണ്ടും പ്രകാശവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ്. അതിനെന്താ? ഇവ ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകാനോ ഇവ പരസ്പരം കൂടിച്ചേരാനോ ഒരിക്കലും സാധ്യമല്ല. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുണ്ടാവില്ല, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാവില്ല. ഇരുട്ടും വെളിച്ചവും ഒരിക്കലും കൂടിച്ചേരുകയും ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൃക്ക് കൈവിട്ടാൽ ദൃശ്യമില്ല. ദൃശ്യം വിട്ടുപോയാൽ ദൃക്ക് കുറെ കൂടെ സ്പഷ്ടമായി പ്രകാശിക്കും. ഇതുകൊണ്ട് തെളിയുന്നതെന്ത്? ദൃശ്യം ദൃക്കിൽ അനുഭവപ്പെടുന്ന ഒരു താൽക്കാലിക ഭ്രമം അത്രയേ ഉള്ളൂ. കയറിൽ പാമ്പിനെ കാണുന്നത് പോലെ ദൃക്ക് സ്വയം ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു പോകുന്നു. ദൃക്കെന്താ അങ്ങനെ ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു പോകുന്നത്? അത് ഭ്രമിക്കുന്ന ആളുകൾ തന്നെ ചോദിച്ച് അതിന് പരിഹാരമുണ്ടാക്കണം. അകപ്പെടുന്നു. അതിന് വ്യക്തമായ യുക്തി പറയാനില്ല. പക്ഷെ അനുഭവം, അതിൻ്റെ പേരാണ് മായ. മായ, ഇന്ദ്രജാലം. ദൃക്ക് അതിൻ്റെ ശക്തി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇന്ദ്രജാലത്തിൽ അകപ്പെട്ടു പോകുന്നു. ഭ്രമം, ഈ ദൃശ്യഭ്രമം. ചുരുക്കത്തിൽ ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ട് പദാർത്ഥങ്ങളേ ഉള്ളൂ. ദൃഗ് ബ്രഹ്മ, ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം, അതാണുള്ളത്. ദൃശ്യം മായ, ഇല്ലാത്തത്. ദൃഗ് ബ്രഹ്മ ദൃശ്യം മായയേതി, ദൃശ്യം മായയാണ്. ഇത് വേദാന്തഡിണ്ടിമഃ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മിൽ തന്നെ
ഞാൻ ഉണ്ട് എന്നനുഭവപ്പെടുന്ന ആ ജീവബോധമാണ് ദൃക്ക്. സത്യം ആ ജീവബോധമാണ്. ജീവൻ അനുഭവിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങളും ദൃശ്യങ്ങളാണ്, വെറും കാഴ്ചകൾ ഇല്ലാത്തവ. ഇവിടെ പ്രൗഢാനുഭൂതി എന്ന പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. അതിലെ ആദ്യത്തെ ശ്ലോകം ശ്രീശങ്കര ഭഗവത്പാദർ ഒരൊറ്റ ശ്ലോകം കൊണ്ട് വേദാന്തസാരം സംഗ്രഹിക്കുന്നു. ഏകശ്ലോകി. എൻ്റെ താത്പര്യം ഇത്രയേ ഉള്ളൂ. ശിഷ്യൻ സത്യമന്വേഷിച്ച് ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഗുരു ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് ഈ ജഗത്തിനെ കാണാനുള്ള വെളിച്ചം എന്താണ്? കിം ജ്യോതിസ്തവ. ഒരു പ്രകാശം ഉണ്ടെങ്കിലല്ലേ ജഗത്തിനെയൊക്കെ അനുഭവിക്കാൻ പറ്റൂ. ജഗത്തിനെ അനുഭവിപ്പിക്കുന്ന പ്രകാശം എന്താണ്? കിം ജ്യോതിസ്തവ. ഭാനുമാനഹനിമേ രാത്രോ പ്രദീപാധികം. ശിഷ്യന് ഉത്തരം പറഞ്ഞു, പകല് സൂര്യനാണ്, രാത്രി അഗ്നി ദീപം തുടങ്ങിയുള്ളവ. സ്യാദേവം രവിദീപ ദർശന വിധവും കിം ജ്യോതിഹി. ഈ ദൃക്ക് ദൃശ്യം അതിങ്ങനെ പിന്തുടർന്ന് പരിശോധിക്കുകയാണ് ആചാര്യസ്വാമികൾ. ശരി, സൂര്യനെയും അഗ്നിയെയും കാണാൻ നിനക്കെന്താണ് വെളിച്ചം? ചക്ഷുഹു, എൻ്റെ കണ്ണാണ്. ഒക്കെ വളരെ സ്പഷ്ടം. എൻ്റെ കണ്ണാണ് വെളിച്ചം. ചക്ഷുഹു തസ്യ നിമീലനാദിസമയേക്കും. നീ കണ്ണടച്ചാലും ചില അനുഭവങ്ങൾ നിനക്കുണ്ടല്ലോ. അത് എന്ത് പ്രകാശത്തിലാണ് ആ അനുഭവങ്ങളൊക്കെ? തസ്യ നിമീലനാദിസമയേക്കും. ധീഹി, ബുദ്ധിയാണ്, മനസ്സ്. ബുദ്ധി, മനസ്സ്, അന്ധകരണം എന്നൊക്കെ പറയുന്നത് പര്യായ ശബ്ദങ്ങളാണ്. കണ്ണടച്ചാൽ പിന്നെ അനുഭവത്തിന് ഉതകുന്ന വെളിച്ചം ബുദ്ധിയാണ്. ധിയോ ദർശനേ കിം. വീണ്ടും ചോദ്യം, ആ ബുദ്ധിയെ ദർശിക്കാൻ എന്താണ് വെളിച്ചം? ധിയോ ദർശനേ കിം ഗുരു തത്ര അഹം. അവിടെ ഞാനാണ് എൻ്റെ ബുദ്ധിയെ അഥവാ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത്. ധിയോ ദർശനേ തത്രാഹം. ഗുരു പറഞ്ഞു, അതോ ഭവാൻ പരമകം ജ്യോതിഹി. അല്ലയോ ശിഷ്യ, നിന്റെ ഉള്ളിലുള്ള ആ ഞാൻ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം. തദസ്മി പ്രഭോ. ശിഷ്യൻ സമ്മതിച്ചു, തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം. ഞാനിനെ പ്രകാശിക്കാൻ മറ്റൊരു വെളിച്ചം വേണോ? വേണ്ട. അതാണ് അതുവരെയുള്ള ബുദ്ധി വരെയുള്ള എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കാൻ വേറെ വെളിച്ചം വേണം. ആ വെളിച്ചം കൈവിട്ടാൽ അതുവരെയുള്ള ദൃശ്യങ്ങൾ ഇല്ല. നേരെ മറിച്ച് ആലോചിച്ച് നോക്കുക. ഞാനിനെ പ്രകാശിപ്പിക്കാൻ ഞാനുണ്ട്, ബുദ്ധിയുണ്ട് എന്നാരറിയുന്നു? ഞാനറിയുന്നു. പക്ഷെ ഞാനുണ്ട് എന്നാരറിയുന്നു? ഞാൻ തന്നെ. എന്നെ ഞാൻ തന്നെ പ്രകാശിപ്പിക്കുന്നു. ഇതാണ് സ്വയം പ്രകാശിക്കുന്ന സത്യം. സ്വയം പ്രകാശിക്കുന്ന വസ്തു മാത്രമേ സത്യമാവൂ. മറ്റൊന്നും സത്യമാവാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ ഞാൻ സ്വയം പ്രകാശിക്കുന്നു. രാമൻ ഇവിടെ പ്രസ്താവിക്കുന്ന ആ ഹേതു, ലക്ഷ്മണ, ഈ ജഗത്തില്ല. ഈ ജഗത്തില്ലെന്ന് വെച്ചാൽ വിസ്തരിച്ച് പറഞ്ഞാലോ, നീയില്ല, ഞാനില്ല, ദശരഥനില്ല, കൗസല്യയില്ല, രാജ്യമില്ല, ഒക്കെ വിസ്തരിച്ച് പറയുകയാണ് രാമൻ. എന്താ? അവയൊക്കെ ദൃശ്യം. പിന്നെ ഉള്ളതേതാ? ഒന്നാലോചിച്ചാൽ മതിയല്ലോ. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അനുഭവം. ബോധത്തെ മാറ്റി നിർത്തൂ. ഉണ്ടോ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ? നല്ലവണ്ണം ഇത് ആലോചിച്ചുറപ്പിക്കുക. ഇത് നല്ലവണ്ണം ആലോചിച്ചുറപ്പിച്ചാൽ ഇവിടെ ഉള്ളത് ബോധം മാത്രം. പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നതോ ദൃക്കിന്റെ ഒരു ഭ്രമം. എന്തുകൊണ്ട്? ദൃക്ക് കൈവിട്ടാൽ
പ്രപഞ്ചം ഇല്ല. ദൃശ്യം നാസ്തീതി ബോധേന മനസ്സോ ദൃശ്യമാർജനം സമ്പന്നം ചേത് തദുത്പന്ന പരാ നിർവാണ നിർവൃത്തി. വാസിഷ്ഠം പറയുന്നു, ദൃശ്യം നാസ്തീതി ബോധേന, ദൃശ്യം സ്വതന്ത്രമായിട്ടില്ല. ദൃക്കിനോട് ചേർന്നിട്ടുണ്ടല്ലോ, അതെ, ദൃക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഭ്രമം. വെള്ളത്തിൽ നിന്നും ഭിന്നമായി പതയില്ല, പക്ഷെ പത ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അത് തോന്നുന്നെങ്കിൽ ആ പതയും വെള്ളം തന്നെ, വെള്ളത്തിൽ കൃത്രിമമായി തോന്നുന്ന ഒരു രൂപം. വെള്ളത്തിൽ പത പോലെയാണ് ബോധത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ തോന്നൽ. വാസ്തവത്തിൽ അത്ര പോലും പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. എന്തുകൊണ്ടെന്നോ, വെള്ളം ചലിച്ച് പതയാവുകയാണ്. ഇവിടെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മത്തിന് ചലിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ പ്രപഞ്ചം ഏതുപോലെ മരുഭൂമിയിൽ വെള്ളം കാണുമ്പോലെ, മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് നോക്കിയാൽ വലിയൊരു സരസലയടിക്കുന്നു. വിവേകാനന്ദ സ്വാമിക്ക് പോലും രാജസ്ഥാൻ ഡെസർട്ടിൽ നടന്നപ്പോൾ കുറച്ചു നേരം ആ ഭ്രമം തോന്നിയെന്നാണ്. പ്രവ്രജനകാലത്ത് അദ്ദേഹത്തിന് നല്ല ദാഹം. രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അങ്ങ് അകലെ നല്ല ശുദ്ധജലം അലയട്ടിയിരുന്നു. അദ്ദേഹം ആ വെള്ളം കുടിക്കാനായി കുറേ ദൂരം നടന്നു. അപ്പോൾ വെള്ളം അകന്നകന്ന് പോകുന്നു. അപ്പോൾ അദ്ദേഹം കഷ്ടം, ഞാൻ വേദാന്തത്തിൽ ഇത് എത്രയോ സ്ഥലത്ത് പഠിച്ചിട്ടുള്ളതല്ലേ, മരുഭൂമിയിൽ കാണുന്ന വെള്ളം കാനൽ ജലമാണെന്ന്. എന്നെപ്പോലും എന്നിട്ടും ഈ വെള്ളം ഭ്രമിപ്പിച്ചല്ലോ. ഈ ഭ്രമം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അതല്ലേ ഈ പ്രപഞ്ചത്തിൽ കിടന്ന് ഗംഭീരന്മാർ പോലും പെടയുന്നു. പക്ഷെ എന്താണ് പ്രപഞ്ചം എന്ന് ചിന്തിക്കുന്നില്ല. ചിന്തിച്ചറിഞ്ഞിട്ടുള്ളവർ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇവിടെ ഒരു പ്രപഞ്ചം ഇല്ല. ഗൗഡപാദാചാര്യർ പറയുന്നു, പ്രപഞ്ചോ യതി വിദ്യേത നിവർത്തേതെന്ന സംശയ. കുഞ്ഞെ, നീ ഇപ്പോൾ ഒരു പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ നീ സത്യം അന്വേഷിക്കൂ. സത്യം പിടികിട്ടിയാൽ പിന്നെ ഇവിടെ പ്രപഞ്ചമില്ല. പ്രപഞ്ചോ യതി വിദ്യേത നിവർത്തേത ന സംശയ. അക്കാര്യത്തിൽ സംശയമേ വേണ്ട. മായാമാത്രമിതം ദ്വൈതം. ഈ ദ്വൈതം ഇവിടെ രണ്ട് കാണുന്നത് യുക്തിക്കൊരിക്കലും നിരക്കില്ല. രണ്ടുണ്ടെന്ന് തോന്നിയാൽ എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി? ഒരു ചിന്തകനും പുറത്തു നിന്ന് അന്വേഷിച്ചൊരിക്കലും ഇതിനുത്തരം കണ്ടെത്താൻ സാധ്യമല്ല. നമ്മുടെ ഋഷീശ്വരന്മാരന്വേഷിച്ചു അന്തർമുഖമായി. അവരീ ദൃശ്യപരമ്പരയെ മാറ്റി ദൃശ്യം നാസ്തീതി ബോധേന മനസ്സോ ദൃശ്യമാർജനം സമ്പന്നം. അവർക്ക് ഈ ദൃശ്യത്തിന്റെ മാർജനം സമ്പന്നമായി, ദൃശ്യമില്ല എന്നവർ പുറന്തള്ളി. അതാണ് ഗൗഡപാദാചാര്യർ പറയുന്നത്, ദൃശ്യം പ്രപഞ്ചോ യതി വിദ്യേത നിവർത്തേത ന സംശയ. പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞെ നിവർത്തേത ന സംശയ, യാതൊരു സംശയവും വേണ്ട. പിന്നെ ഈ കാണുന്നത് ഗുരു മായാമാത്രമിതും ദ്വൈതം. ഈ ദ്വൈതം കാണുന്നത് വെറും മായ. മായാമാത്രമിതം ദ്വൈതം അദ്വൈതം പരമാർത്ഥതഃ. അദ്വൈതം മാത്രമാണ് സത്യം. അതാണ് ഇവിടെ രാമൻ, ആ ഹേതുവാണ് എടുത്തു കാണിക്കുന്ന. രാമൻ ഇതെല്ലാം നല്ലവണ്ണം വസിഷ്ഠനിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ട് വന്നിരിക്കുന്ന ആളാണ്. അപ്പൊ നമുക്കും ദൃശ്യമില്ലെന്ന് തീരുമാനിച്ച് ദൃശ്യത്തെ മാറ്റി നിർത്തുക. ഈശാവാസ്യോപനിഷത്ത് പറയുന്നതും അത് തന്നെ. ഇവിടെ ഈശ്വരനേ ഉള്ളൂ. തേന ത്യക്തേന ഭുഞ്ജീഥ, എന്നിട്ട് ത്യജിച്ചിട്ട് ഭുജിക്കൂ. എന്താ, രണ്ടാമതുണ്ടെന്ന് തോന്നുന്ന കാഴ്ചയെ ത്യജിക്കൂ. അതാണ്. എങ്ങനെ ത്യജിക്കാൻ പറ്റും?
അതും ദൃക്ക് തന്നെ എന്നുറപ്പിക്കൂ. ഏകാന്തമായ ധ്യാനമോ യോഗ പരിശീലനമോ ഒക്കെ ആവാൻ വിരോധമില്ല. പക്ഷെ അതുകൊണ്ടൊന്നും അന്തിമമായി ഈ ദൃശ്യം മാറിത്തരില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? അറിവുള്ളവർ പറഞ്ഞ് അതിൽ വിശ്വസിച്ച് നമ്മുടെ ഗുരുക്കന്മാർ, അദ്വൈതം അനുഭവിച്ചറിഞ്ഞ മഹാത്മാക്കൾ പറയുന്നത് വിശ്വസിച്ച് ധീരമായി അവരുടെ വാക്കുകൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക. എന്താ? സർവം ബ്രഹ്മമയം. ബാക്കി അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കവേ തന്നെ വ്യവഹാരവേളയിൽ, അടുക്കളയിലായാലും യുദ്ധക്കളത്തിലായാലും കാണുന്നതൊക്കെ ബ്രഹ്മം എന്നുറപ്പിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങൾ ഒഴിവാക്കുക. ബ്രഹ്മചിന്ത കൊണ്ട് ഭേദചിന്ത അകറ്റി രാഗദ്വേഷങ്ങളെ ഉപേക്ഷിക്കുക. ആരെ കണ്ടാലും, ഏത് ശത്രുവിനെ കണ്ടാലും ബ്രഹ്മചിന്ത ഉറപ്പിക്കുക. അപ്പൊ രാഗദ്വേഷം പോവും. രാഗദ്വേഷം പോയാൽ നമ്മുടെ ഈ ജീവൻ ജ്യോതിസ്സുകളുടെ ഒക്കെ ജ്യോതിസ്സായി വിളങ്ങുന്ന ഈ ഞാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബോധമായി വ്യവഹാരവേളയിൽ പോലും അനുഭവപ്പെടും. പലതുണ്ടെന്ന് തോന്നിക്കോട്ടെ, മരുഭൂമിയെ നല്ലവണ്ണം നോക്കി നടന്ന് അറിഞ്ഞ ഒരാളിന് അയാൾ വീണ്ടും ദൂരെ മാറി നിന്ന് നോക്കുമ്പോൾ കാനൽ ജലം കണ്ടുവെന്ന് വരാം. പക്ഷേ ആ കാനൽ ജലം പോലും അദ്ദേഹം മരുഭൂമിയായി തന്നെ കാണും. കയറിനെ അടുത്ത് ചെന്ന് കണ്ട ഒരാൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വീണ്ടും ആ കയറിൽ ഒരുപക്ഷെ പാമ്പിന്റെ ഭ്രമം തോന്നിയെന്ന് വരാം. പക്ഷേ അയാൾക്ക് ആ തോന്നുന്ന പാമ്പ് കയറല്ലാതെ മറ്റൊന്നുമല്ല. അതുപോലെ ഈ ജഗത്തിനെ എന്താ ഗീത ഉൾപ്പെടെ പറയുന്നു, വാസിഷ്ഠൻ പറയുന്നു, അയമേ വാഹമിത്യസ്മിൻ സങ്കോചേ വിലയംഗത്തെ സമസ്ത ഭുവനവ്യാപി വിസ്താരൂപജായത്തെ. ഞാൻ ഈ കൊച്ചു ശരീരമാണ്. ഇതാ ലക്ഷണോപദേശത്തിൽ ഇനി രാമൻ വിസ്തരിച്ച് പറയാൻ തോന്നുന്നു. ഞാൻ ശരീരമല്ല, ഞാൻ ഈ ജഡശരീരം, ദൃശ്യം, ജഡം, ഞാനീ വെറും ജഡശരീരമാണെന്ന ഭ്രാന്ത്, വെറും ഭ്രാന്ത്, ആ ഭ്രമം ഒന്ന് മാറ്റി ഈ ലോകത്ത് കാണുന്ന സകല ജഡങ്ങളും ബ്രഹ്മമാണ് എന്നുറപ്പിച്ച് അഹന്തയെ ഒന്നൊഴിച്ചു മാറ്റാമെങ്കിൽ ആ ചുരുങ്ങലിനെ എന്നുവെച്ചാൽ അഖണ്ഡബോധം വെറും ജഡശരീരമാണെന്ന ചിന്തയിൽ ചുരുങ്ങിയിരിക്കുകയാണ്. ആ ചുരുങ്ങലിനെ ഒന്ന് മാറ്റാമെങ്കിൽ അയമേ വിവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗത്തെ, ആ സങ്കോചം, ചുരുങ്ങൽ ഒന്ന് മാറാമെങ്കിൽ സമസ്ത ഭുവനവ്യാപി വിസ്താര ഉപജായത്തെ, ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദസ്വരൂപമായ ഒരു വസ്തുവിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ നിന്നും എവിടെയും വ്യാപിച്ച് അനുഭവിക്കാറാകും. പക്ഷേ അതിനെന്താ വേണ്ടത്? രാഗദ്വേഷം പോയി കിട്ടണം. രാഗദ്വേഷങ്ങൾ ഒഴിച്ചു മാറ്റിയിട്ടും ആ അനുഭവം കിട്ടുന്നില്ല എന്നാരെങ്കിലും പറയട്ടെ, ഒരിക്കലും ഉണ്ടാവില്ല. ആർക്കെങ്കിലും മനസ്സിനൊരു മൂടലുണ്ടെങ്കിൽ ഏത് ചക്രവർത്തിക്കായാലും ശരി, അതിന് കാരണം എന്തോ പ്രത്യേക ഒരു ജഡവസ്തുവിനോട്, ഒന്നുകിൽ ഉദ്യോഗത്തോട്, ഉദ്യോഗമൊക്കെ ചിന്ത സങ്കല്പം ജഡമാണ്, അല്ലെങ്കിൽ പണത്തോട്, പേരിനോട്, പെരുമയോട്, എന്തിനോടെങ്കിലും രാഗമോ എന്തിനോടെങ്കിലും ദ്വേഷമോ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ വല്ലായ്മ അനുഭവപ്പെടൂ. രാഗദ്വേഷങ്ങൾ പോയാൽ അതോടെ തീർന്നു വല്ലായ്മ. നമ്മൾ ഈ പച്ച മലയാളത്തിൽ പറയുന്ന വല്ലായ്മ. പിന്നെ ശാന്തി മാത്രം, ആനന്ദം മാത്രം. ഇത് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല. എന്താ കാര്യം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. സംഗതിയൊക്കെ അവർക്ക് മനസ്സിലായി. സാറ് പറയുന്നത് ശരിയാണ്, ഇവിടെ ബോധമേ ഉള്ളൂ, ബ്രഹ്മമേ ഉള്ളൂ. ബ്രഹ്മമില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ബോധമില്ലയോ ജഗത്തില്ല. അതുകൊണ്ട്
ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ബോധം തന്നെ. സ്വർണമുണ്ടെങ്കിലേ ആഭരണങ്ങളുണ്ടു. അതുകൊണ്ട് ആഭരണങ്ങളായി കാണപ്പെടുന്നതൊക്കെ സ്വർണം തന്നെ, സംശയമില്ല. പക്ഷെ സാർ, അതങ്ങോട്ട് ഉറപ്പിച്ചൊരു സുഖം അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ഇത് ഉറപ്പുവരുന്നില്ല. രാഗദ്വേഷം എന്തൊക്കെയോ ഇനിയും വേണം, വേണ്ട, വേണം, വേണ്ട. വാസ്തവത്തിൽ രാഗദ്വേഷമൊന്നുമില്ലാതെ തന്നെ ഈ ലോകത്ത് യുദ്ധം വരെയുള്ള കർമ്മം സംഘമില്ലാതെ ചെയ്യാം എന്നാണ് കൃഷ്ണന്റെ സിദ്ധാന്തം. യുദ്ധം വരെ നിസ്സംഗനായി സർവം ബ്രഹ്മമയം. ഒരു നാടകത്തിലെന്ന പോലെ രാമൻപിള്ള രാവണവേഷം കെട്ടി കഥകളിൽ ഗംഭീരമായി അഭിനയിക്കുന്നു. ചാട്ടം, അലർച്ച. ഒരു നിമിഷം പോലും ഞാൻ രാവണനാണ് എന്ന ആ രാവണത്വവുമായി താതാത്മ്യം പ്രാപിക്കുന്നില്ല രാമൻപിള്ള. താതാത്മ്യം പ്രാപിച്ചാൽ അതോടെ അഭിനയത്തിന്റെ സകല സുഖവും തീരും. ആ താതാത്മ്യമില്ലാതെ അഭിനയിച്ചാൽ എന്താ വല്ല കുറവും വരുന്നോ? ഗംഭീരം. അപ്പോഴാണ് അഭിനയം ശരിക്കും ഗംഭീരമായി തീരുന്നത്. ഈ ജഗത്ത് വെറുമൊരു ഇന്ദ്രജാലം, നാടകം. ഇതാ രാമൻ തീർത്തു പറയാൻ പോകുന്നു. അപ്പോൾ ലക്ഷണോപദേശം മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ ഈ ഹേതു പലരും ഇത് വായിച്ചു പോകുന്നു. എടോ ലക്ഷ്മണ, ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും. രാജ്യം ദൃശ്യമാണ്, ദേഹം ദൃശ്യമാണ്. ദൃശ്യമാണോ? ഇല്ല. തീരുമാനിക്കൂ. കുറെ കൂടെ യുക്തി ചിന്തിച്ച്, സംശയം വരുമ്പോൾ യുക്തി ചിന്തിച്ചുറപ്പിക്കൂ. എന്താ? ദൃശ്യമാണ്. ഞാൻ കണ്ടനുഭവിക്കുന്ന വസ്തുവാണോ? ആ കണ്ടനുഭവിക്കുന്ന വസ്തു ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ആ വസ്തു പോയാൽ ഞാൻ കുറെ കൂടെ സ്വതന്ത്രനായി. ആ ദൃശ്യങ്ങളൊക്കെ എന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുക. വീട്, കുടുംബം, കുടുംബാംഗങ്ങൾ, ശരീരം, ഇതൊക്കെ എന്നെ വരിഞ്ഞ് കെട്ടിയിരിക്കുകയാണ്. വാസിഷ്ഠത്തിൽ കുംഭൻ ശിഖിധ്വജനോട് ചോദിക്കുന്ന ചോദ്യം ഓർമ്മിക്കുക. ശിഖിധ്വജൻ ചോദിക്കുന്നു, അദ്ദേഹം കാട്ടിൽ പോയി തപസ് ചെയ്യുകയാണ്, എന്നിട്ടും ബ്രഹ്മാനന്ദം കിട്ടുന്നില്ല. ത്യാഗം കൊണ്ട് കിട്ടുന്നതാണല്ലോ. ഞാനെല്ലാം ത്യജിച്ചല്ലോ. എൻ്റെ രാജ്യം ത്യജിച്ചു, ഖജനാവ് ത്യജിച്ചു, ഭാര്യയെ ത്യജിച്ചു. അപ്പോ ബ്രഹ്മചാരി ചോദിക്കുന്നത് എന്താ? രാജാവേ, ഇതൊന്നും അങ്ങയുടേതല്ലല്ലോ, പിന്നെ അങ്ങ് എങ്ങനെ ത്യജിച്ചു? ഒന്നുകിൽ അതില്ലാതാകും, അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളില്ലാതാകും. അപ്പൊ പിന്നെ ആരുടേത്? ഇതാ ഇനി പറയാൻ പോകുന്നു. രാമൻ ഗംഭീരമായിട്ടുള്ളതൊക്കെ പറയാൻ പോകുന്നു. അപ്പൊ ഇതൊന്നും അങ്ങയുടേതല്ലല്ലോ. അപ്പൊ പിന്നെ എന്താണ്? എന്നാ ഞാൻ എൻ്റെ ശരീരം തിരിച്ചു കളയാം. രാജാവെ, വിഡ്ഢിയാകരുത്. ശരീരം അങ്ങയുടേതല്ലല്ലോ, പിന്നെ അങ്ങ് എങ്ങനെ ത്യജിക്കും? എന്ന് വെച്ചാൽ ഈ ശരീരം ഇപ്പൊ ഇവിടെ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോകണം. അങ്ങനെയുള്ള ശരീരം എങ്ങനെയാണ് അങ്ങയുടേതാകുന്നത്? അപ്പൊ പിന്നെ എന്താ എൻ്റേത്? ഇതൊക്കെ എൻ്റേതാണെന്ന ചിത്തം, സങ്കല്പം, മനസ്സ്, അതാണ് അങ്ങയുടേത്. അതിനെ ഉപേക്ഷിച്ചു ചിത്തത്തെ ത്യജിക്കൂ. ചിത്തത്യാഗം ഇതു സർവത്യാഗം. ചിത്തത്തിനെ ത്യജിക്കുന്നതാണ് സർവത്യാഗം. ചിത്തത്തിനെ എങ്ങനെ ത്യജിക്കാൻ പറ്റും? അത് ചിത്തമുൾപ്പെടെ സർവവും ബ്രഹ്മമാണെന്നുറപ്പിക്കുക. വളയെ എങ്ങനെ ത്യജിക്കാൻ പറ്റും? സ്വർണമാണെന്നുറപ്പിക്കുക. വളയില്ല, പിന്നെ വളയും സ്വർണം. വളയുടെ രൂപം ഒരുപക്ഷെ കണ്ടോട്ടെ, കണ്ടാൽ തന്നെയും അങ്ങനെ ഒരു വസ്തുവില്ല. വള എന്നൊരു വസ്തുവില്ല, സ്വർണമേ ഉള്ളൂ. അതുകൊണ്ട് സർവം ഈശ്വരമയമെന്നുറപ്പിക്കുക. ഈശാവാസ്യമില്ലം സർവം തേന ത്യക്തേന ഭുഞ്ജീഥ. നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് ജഗത്തിനെ ബ്രഹ്മമാക്കി മാറ്റി അനുഭവിക്കൂ. നാമരൂപങ്ങളെ എങ്ങനെ ത്യജിക്കും? ആ നാമരൂപങ്ങളെയും ബ്രഹ്മമായിട്ട് കാണൂ. അത് ശരിയാണോ സാർ? അതെ. നിങ്ങൾക്ക്
നല്ല ബോധ്യമായെങ്കിൽ, ഗുരുപദേശം കൊണ്ട് കാര്യം ബോധ്യമായെങ്കിൽ കയറിൽ കാണുന്ന പാമ്പിനെയും കയറായിട്ട് കാണൂ. ഇനി എന്ത് പേടി? ദൂരെ മാറി നിന്നപ്പോ വീണ്ടും പാമ്പാണെന്നൊരു തോന്നലേ അദ്ദേഹം പറഞ്ഞല്ലോ. അവിടെ പാമ്പിന്റെ കണിക പോലുമില്ല. അതുകൊണ്ട് ഇനി പേടിക്കാനേ ഇല്ല. മരുഭൂമിയിലെ കാനൽ ജലത്തെയും മരുഭൂമിയായി കാണൂ. അതുപോലെ ഈ പ്രപഞ്ചത്തെയും ബ്രഹ്മമായി കാണൂ. സർവം ബ്രഹ്മമയം രേ രേ മടയാ മടയാ. നമ്മൾ സദാശിവ ബ്രഹ്മേന്ദ്രർ ആളുകളെ വിളിച്ച് പറയുകയാണ്, രേ രേ സർവം ബ്രഹ്മമയം, കിം ഭോക്തവ്യം കിമഭോക്തവ്യം, സർവം ബ്രഹ്മമയം. ഇത് ഈ തത്വം ശാസ്ത്രീയമായി ഗ്രഹിച്ചുകൊണ്ട് മനസ്സിനെ അല്പമൊന്ന് ശ്രദ്ധയോടെ ഉണർത്തി നിർത്താമെങ്കിൽ, ഇത് കുറച്ചു കാലം അഭ്യസിച്ചാൽ പിന്നെ വിട്ടുപോകാതെ നമ്മെ പിന്തുടരും. എന്തു കണ്ടാലും ആദ്യം തോന്നുന്നത് ബ്രഹ്മം, പിന്നെ നാമരൂപം, പിന്നെ കൈകാര്യം ചെയ്യാനുള്ള നാമരൂപം. ഒരു വിരോധമില്ല. ആദ്യം വള കണ്ടാൽ ആദ്യം സ്വർണം, പിന്നെ അത് നമുക്കെടുത്ത് കയ്യിലിടാം. അതുപോലെ ഈ പ്രപഞ്ചത്തെ ഗംഭീരമായി വ്യവഹരിക്കൂ. പക്ഷേ സർവം ബ്രഹ്മമയം എന്ന ആ പരമശാസ്ത്രീയ സത്യം ഒരു നിമിഷം വിസ്മരിക്കരുത്. നാരദനും മറ്റും നിമേഷാർത്ഥം നതിഷ്ഠന്തി വൃത്തിം ബ്രഹ്മമയും വിനാ എന്നാണ്. ഇമാ ഘടപടാകാര പദാർത്ഥശതശക്തയഃ ബ്രഹ്മൈവ നാന്യദസ്തീതി നിശ്ചയ സമ്യഗീക്ഷണം. ഈ ഘടപടാകാര ശതശക്തയഃ, കോളം, വസ്ത്രം, മണ്ണാങ്കട്ട, അവതാരങ്ങൾ, അത് ഇത് എന്നിങ്ങനെ കാണപ്പെടുന്ന 100 കണക്കിന് കാഴ്ചകൾ ബ്രഹ്മൈവ, ബ്രഹ്മം മാത്രം, നാന്യദസ്തി, ലേശം പോലും മറ്റൊന്നില്ല. ഇത് നിശ്ചയ സമ്യഗീക്ഷണം. ഈ നിശ്ചയമാണ് ശരിയായ നിശ്ചയം. നിശ്ചയോയോ ഹരാദീനാം ഹൃദി തിഷ്ഠതി നിർമ്മലഃ ഋഷീണാം നാരദാദീനാം. പരമശിവൻ ഈ പ്രപഞ്ചം സംഹരിക്കുന്നത് ഈ നിശ്ചയത്തോടു കൂടിയാണ്. സംഹരിക്കപ്പെടുന്ന സകല വസ്തുക്കളും ബ്രഹ്മം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആനന്ദ നൃത്തം നടത്തിക്കൊണ്ടാണ് ശിവൻ പ്രപഞ്ച സംഹാരം നിർവഹിക്കുന്നത് എന്നാണ്. പ്രപഞ്ച സംഹാരം നിർവഹിക്കുമ്പോൾ ആനന്ദ നൃത്തം എന്നാണ്. ഞാൻ ചുരുക്കി പറഞ്ഞത്, ഈ ഗംഭീരമായ ശാസ്ത്രസത്യം കൂടുതലൊന്നും വേണ്ടല്ല. ദൃക്ക് ദൃശ്യം, സകല പ്രപഞ്ചത്തെയും രണ്ടായി തിരിക്കുക. ദൃഗ്ബ്രഹ്മ, ദൃശ്യം മായ. ഇത് വേദാന്ത ഡിണ്ടിമഹ. ഇത് വേദാന്തത്തിന്റെ പെരുമ്പറഘോഷം. ഇതിനെ വെല്ലുവിളിക്കാനും ഇന്നുവരെ ആരും ഉണ്ടായിട്ടില്ല. ഇനി ഈ ലോകത്താരും ഉണ്ടാവാനും പോകുന്നില്ല, സംശയമില്ല. രാമനത് നല്ല ഉറപ്പുണ്ട്. കണ്ടോ, ഈ ലക്ഷണോപദേശവും മറ്റും വെറുതെ നമ്മൾ അതിനാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഇത് കേൾക്കുന്ന ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും ആ ദൃശ്യമായ ലക്ഷണ വെറും ദൃശ്യമായിട്ടുള്ള ഈ രാജ്യം, ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ഇടാ അനിയാ, നീയും ഞാനും ഒക്കെ വെറും ദൃശ്യം. ഈ ശരീരം എന്ന നിരയിൽ നീയും ഞാനും സീതയും ദശരഥനും കൈകേയിയും, നിനക്ക് കൈകേയി അമ്മയോട് ഇത്ര ദേഷ്യം ഒന്നുമില്ലടേ, കൈകേയി അമ്മയും ഒക്കെ വെറും ദൃശ്യം, ഒന്നുമില്ല. നീ ബഹളം കൂട്ടാൻ ഒന്നുമില്ല. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും, എന്തിന്? വിശ്വവും. ഈ പ്രപഞ്ചം മുഴുവൻ ദൃശ്യം, അതുകൊണ്ട് ഇല്ല, മിഥ്യ. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദീയം. ധാന്യം, ധനം എന്ന് വിചാരിച്ചൊന്നും ആർക്കും വിട്ടുകൊടുക്കുകയും മറ്റും വേണ്ട. ഇവിടെ എന്താ വിട്ടുകൊടുക്കുന്നത്? അച്ഛൻ ഭരതനെ രാജാവാക്കാൻ തീരുമാനിച്ചു, എന്നെ കാട്ടിലയക്കാൻ തീരുമാനിച്ചു. അച്ഛൻ്റെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു. അല്ലാതെ ഞാൻ ഈ വെറും കാഴ്ച,
അച്ഛനെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാഴ്ചയിൽ ഞാൻ തങ്ങി നിന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവും. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം. എടാനയാ, ഇതൊക്കെ സത്യമാണെങ്കിൽ നീ ഈ കിടന്ന് ബഹളം കാണിച്ച് ഞാനിപ്പോ അച്ഛനെ ജയിലിലാക്കി കളയും. അച്ഛനെ ജയിലിലാക്കിക്കോ. പക്ഷെ ജയിലിലാക്കുന്ന അച്ഛനുമില്ല, ജയിലുമില്ല, നീയുമില്ല, ഞാനുമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ന്യായമായിട്ടൊക്കെ വരുമ്പോ ഒരു നാടകത്തിലെന്ന പോലെ നമുക്കത് കൈകാര്യം ചെയ്യാം, ഒരു വിരോധവുമില്ല. സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം, അല്ല എങ്കിൽ എന്തതിനാൽ ഫലം. അങ്ങനെയല്ല ചേട്ടാ, അങ്ങനെയല്ല. ഈ രാജ്യം കിട്ടിയാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, കൊട്ടാരത്തിൽ താമസിക്കാം, ഒട്ടേറെ ലോകഭോഗങ്ങൾ അനുഭവിക്കാം. ഒന്നും സാരമില്ലേ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ആ ഭോഗമൊക്കെ സൂക്ഷിച്ചനുഭവിച്ചില്ലെങ്കിൽ ജീവിതാവസാനം പൂർണ്ണ നരകത്തിൽ കൊണ്ടെത്തിക്കും. ഈ രാജഭോഗങ്ങൾ, വെറും ഭക്ഷണം സൂക്ഷിച്ചനുഭവിച്ചില്ലെങ്കിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഭക്ഷിക്കാനുള്ള ആഗ്രഹം വളരെ കടുപ്പം. പക്ഷെ ഒന്നും ഭക്ഷിക്കാൻ നിവർത്തിയില്ല. ചുറ്റുപാടുമെല്ലാം പാത്രങ്ങളിലങ്ങനെ നിറച്ച് രുചികരങ്ങളായ ഭക്ഷണങ്ങൾ, പക്ഷെ ഒന്നും തൊടാൻ വയ്യ. ആഗ്രഹമോ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഒരാൾ മരിക്കാൻ കിടക്കുന്നു, ഒരാൾ ചെന്നപ്പോൾ പറയുകയാണ് ഇനി തീരെ രോഗിയായിട്ട് കിടക്കുക, സ്നേഹിത എനിക്കിനി ആ തൈർശാദം ഇനി എന്ന് കഴിക്കാൻ പറ്റും? ഞാൻ ഇഷ്ടം പോലെ കഴിച്ചാണ്, എനിക്ക് ഇനിയും അതിൻ്റെ ആശ ഒട്ടും തീർന്നിട്ടില്ല. ഇനി എന്നാണ് കഴിക്കാൻ തുറക്കുക? അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തോട് മരിക്കാൻ സമയത്ത് നാരായണനെ ചിന്തിച്ചുകൊണ്ട് മരിക്കാൻ പറയണം, മരിക്കണം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും സാധിക്കില്ല. അദ്ദേഹം തൈർശാദത്തെ ധ്യാനിച്ചുകൊണ്ട് തന്നെ മരിക്കും. യാതൊരു നേരം പോക്കൊന്നുമല്ലിത്. തൈർശാദം എന്ന് ഞാൻ പറയുന്നത് അതുപോലുള്ള ലോകസുഖങ്ങൾ ഒക്കെ ക്ഷണപ്രഭാ ചഞ്ചലൻ. അനുഭവിക്കുമ്പോൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അനുഭവിക്കുന്ന നിമിഷം അത് തീരുന്നു, അതിൻ്റെ മേന്മയെല്ലാം തീരുന്നു. പക്ഷേ മറ്റൊരു വലിയ ദുരിതം അതുണ്ടാക്കുന്നു. അനുഭവിക്കും തോറും പോരാ, അത് വീണ്ടും അനുഭവിക്കണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം. ന കാമകാമാനാം ഉപഭോഗേന ശാമ്യതി ഹവിഷ കൃഷ്ണവർത്തമേവ ഭൂയയേവ അഭിവർത്തത്തെ. ഇതാണ് ഭാരതീയ ചിന്തയും പാശ്ചാത്യ ചിന്തയും തമ്മിലുള്ള അങ്ങേയറ്റത്തെ വ്യത്യാസം. പാശ്ചാത്യ ചിന്തകന്മാർ, ചിലർ ഫ്രോയിഡിനെ പോലുള്ളവർ ചിലർ പറയുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അനുഭവിച്ചു തീർക്കൂ കാമങ്ങളൊക്കെ. എന്ത് വിഡ്ഢിത്തമാണ്! അനുഭവിക്കും തോറും ഹവിഷ കൃഷ്ണവർത്തമേവ, നെയ്യൊഴിച്ച് തീകെടുത്തുന്നത് പോലെയാണെന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്. നിങ്ങളൊരു കാമം അനുഭവിച്ചു തീർക്കുന്നു, നെയ്യൊഴിക്കുമ്പോൾ അഗ്നി കെട്ടതുപോലെ തോന്നും, അല്പം കഴിയുമ്പോൾ പണ്ടത്തേതിലും ശക്തമായി പടർന്ന് പറ്റും. അതുപോലാണ്. തത്വബോധം ഇല്ലാതെ അനുഭവിക്കൂ, പക്ഷെ എന്തുണ്ടതിൽ അതുകൂടെ ഓർമ്മിക്കണം. രാമനെ പോലെ തത്വബോധം ഉൾക്കൊള്ളൂ. ക്ഷണപ്രഭാ ചഞ്ചലം, വെറും മിന്നൽ പിണർ പോലെ പ്രകാശിക്കുന്നു, ഇല്ലാതാവും. സകല സുഖങ്ങളും വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്ന ചക്രവർത്തിമാരുടെ സുഖങ്ങൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ ചരിത്രം വായിച്ചാൽ എത്രയോ ചക്രവർത്തിമാരെ ഒടുവിൽ മക്കൾ പിടിച്ച് ജയിലിലിടുകയാണ്. ആ ജയിലിൽ കിടക്കുമ്പോൾ താൻ അനുഭവിച്ച കൊട്ടാരത്തിലെ സുഖം മറക്കാൻ അയാൾക്ക് കഴിയുമോ? എങ്കിലയാൾ ബ്രഹ്മനിഷ്ഠൻ. നേരെ മറിച്ച് കണ്ണുനീർ വാർക്കുകയാണ് അവിടെ കിടന്നു. കഷ്ടം, ഞാൻ ഇന്നലെ വരെ എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിച്ചവൻ, ഇന്നെനിക്ക് ഈ സ്ഥിതി വന്നല്ലോ. അതല്ലേ ഒരു ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്, നമ്മുടെ മുസ്ലിം ഭരണകാലത്ത് അച്ഛനെ മകൻ പിടിച്ച് ആഗ്ര ജയിലിൽ അടച്ചു.
അദ്ദേഹം ദാഹിച്ചു വെള്ളം ചോദിച്ചു. മകനും മറ്റും അവിടെ അച്ഛനും ഇല്ല, ഒന്നുമില്ല, ചെളി കലക്കിയ വെള്ളം കൊടുത്തയച്ചു എന്നാണ് അച്ഛന് കുടിക്കാൻ. ഇതൊരു ചരിത്രകാരൻ എഴുതി വച്ചിരിക്കുകയാണ്. നേരെ മറിച്ച് അച്ഛനോ കണ്ണുനീർ വാർത്തുകൊണ്ട് ആ വെള്ളം കുടിച്ചു. കുടിക്കാതെ നിവർത്തിയില്ല, മരിച്ചു പോകും. എന്തുകൊണ്ട് കണ്ണുനീർ വാർത്തു? തെളിഞ്ഞ ജലം നിറഞ്ഞൊഴുകുന്ന യമുനാ നദിയുടെ കരയിൽ എനിക്ക് ചെളി കലക്കിയ വെള്ളം കുടിക്കാനിടയായല്ലോ എന്ന് ചിന്തിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് അദ്ദേഹം അത് കുടിച്ചു എന്നാണ്. നേരെ മറിച്ച് നമ്മുടെ ഒരു സീസണിനോ മറ്റുമാണെങ്കിൽ സന്തോഷം, യമുനാ ജലത്തേക്കാൾ രുചികരം ഈ വെള്ളം, യമുനാ ജലത്തേക്കാൾ രുചികരം. ഞാൻ കണ്ടിട്ടുണ്ട്, ഗംഭീരന്മാരായ ചിലർ മരിക്കാൻ കിടക്കുന്നു, ശബ്ദിക്കാൻ വയ്യ, കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു. എന്താ കാര്യം? ഇന്നലെ വരെ താൻ അനുഭവിച്ച സുഖങ്ങൾ ഇന്നെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് സുഖം അനുഭവിക്കുന്നതിനൊന്നും തെറ്റില്ല. തത്വബോധത്തോടു കൂടി അനുഭവിക്കുക. അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തീർക്കുക യജ്ഞം. കൃഷ്ണൻ പറയുന്ന യജ്ഞം. പാൽപ്പായസം കിട്ടിയാൽ കുടിക്കുക, തീർന്നു. നാളെ വേണോ? വേണ്ടേ വേണ്ട, വേണമെന്നുമില്ല. കിട്ടിയാൽ കുടിക്കാം, കിട്ടിയില്ലെങ്കിലോ അതിനേക്കാൾ സന്തോഷം. മനസ്സിനെ ആ നിലയിൽ മരുക്കിയെടുക്കാൻ ബ്രഹ്മബോധത്തിന് അദ്ഭുതമായ കഴിവുണ്ട്. എന്തെന്നോ, പാൽപ്പായസം കുടിച്ചാലും ഇല്ലെങ്കിലും പരമസുഖം, പരമസുഖം, യാതൊരു സംശയവുമില്ല. അല്ലയോ ലക്ഷ്മണ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. അതാണ് അതിലൊക്കെ. നമ്മളിപ്പം ദിവസേന പത്രമെടുത്ത് നോക്കുക, എത്ര ചെറുപ്പക്കാർ, എത്ര മധ്യവയസ്കന്മാർ അവിചാരിതമായി പല കാരണങ്ങളാൽ മരിക്കുന്നു ഇന്നത്തെ പ്രപഞ്ചത്തിൽ. അവർക്കൊക്കെ അനുഭവമൊക്കെ മതിയായിട്ടാണോ മരിക്കുന്നത്? അതാണ് ജീവിതം. ഈ ജീവിതം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ആയുസ്സെന്ന് പറയുന്ന ഏത് നിമിഷവും, ആരുടെ ആയുസ്സും, ഏത് ഗംഭീരന്റെ ആയുസ്സും ഏത് നിമിഷവും വിട്ടുപോകാം. നളിനീ ദളഗത ജലമതിതരളം തദ്വത് ജീവിതമതിശയചബലം. ഭജഗോവിന്ദം പ്രൗഢാനുഭൂതിയിൽ മുഴുവൻ പദ്യങ്ങളും വിവരിച്ചിട്ടുണ്ട്. ഒക്കെ വായിച്ചു നോക്കുക. താമരയിലയിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളി പോലെ നിസ്സാരമാണ് ഈ ജീവിതം. നളിനീ ദളഗത ജലം അതിതരളം തദ്വത് ജീവിതം അതിശയചബലം. ഇതൊക്കെ വെറും ഒരു കവിതയ്ക്കോ സാഹിത്യഭംഗിക്കോ വേണ്ടി മാത്രം പഠിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തുകൊണ്ട് ഒരു വിശേഷവുമില്ല. ഇതൊക്കെ ഈ ബ്രഹ്മചിന്തയോടൊപ്പം രാഗദ്വേഷങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ നടപ്പാക്കണം. ആചാര്യസ്വാമികൾ പറയുന്നു, വിദ്ധിവ്യാത്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഇന്ന് പത്രമെടുത്ത് വായിക്കുകയോ ഇല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലെ സ്ഥിതി പരിശോധിച്ച് നോക്കുകയോ ചെയ്യുക. എല്ലാ സൗഭാഗ്യവുമുണ്ട്. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അഭിമാനം, ദുരഭിമാനം, രാപകൽ വീടുകളിൽ കലഹവും അസ്വസ്ഥതയും. അവിടെ പിന്നെ എത്ര രുചികരമായ ഭക്ഷണം ഉണ്ടായാലെന്താ, അത്യന്തം മൃദുവായ കിടക്ക ഉണ്ടായാലെന്താ, പലരും കിടക്കകളിൽ കമന്ന് കിടന്ന് കണ്ണുനീർ വാർക്കുകയാണ്. അല്ല, ഒന്നന്നേരം കിടക്ക, പക്ഷെ കണ്ണുനീർ വാർക്കാനാണ്. AC മുറി ഇരുന്ന് കണ്ണുനീർ ഒഴുക്കാനാണ്. അല്ല, നല്ല ആനന്ദമുണ്ടെങ്കിൽ കുടിലിൽ താമസിച്ചാൽ മതി, AC മുറിയിൽ വേണമെങ്കിലും താമസിക്കാം, ഒരു ദോഷവുമില്ല. വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ വന്യസന്തപ്തലോഹസ്തംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഇതൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാവും. തിളച്ചങ്ങനെ ഇരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ആ വെള്ളത്തിന് എന്തുമാത്രം ആയുസ്സുണ്ടാവും? അത്രയൊക്കെ ഉള്ളൂ മനുഷ്യജീവിതത്തിനും ലക്ഷ്മണ. അതുകൊണ്ട് നീ ബഹളമൊന്നും കൂട്ടിയിട്ടൊരു കാര്യവുമില്ല. എന്ന് വെച്ചാൽ ആർക്കും എന്തെങ്കിലും വഴങ്ങിക്കൊടുക്കണമെന്നൊന്നുമല്ല ഇതിനർത്ഥം.
എവിടെ ബഹളം കൂട്ടണം, എവിടെ വഴങ്ങണം എന്നൊക്കെ തത്വബോധമുള്ള ഒരാളിൻ്റെ ഹൃദയം വ്യക്തമായി കാട്ടിക്കൊടുക്കും. അല്ലാതെ രാമൻ ഒരു ഭീരുവിനെ പോലെ എന്തിനും വഴങ്ങി കാട്ടിൽ പോവുകയല്ല ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. തിളച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം. ദിവസവും പത്രത്തിൽ കാണാം, അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരുന്നു, കുഴഞ്ഞു വീണ് മരിച്ചു. മുൻ നിമിഷം വരെ യാതൊരു അസുഖവുമില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് ടെൻഷൻ. അതാണ് ഇന്ന് ഇത്തരം അസുഖങ്ങൾക്കും കുഴഞ്ഞു വീണ് മരിക്കലിനും ഒക്കെ കാരണം. ഒരു നിമിഷം ഈ വ്യവഹാര തലത്തിൽ മനുഷ്യന് സ്വസ്ഥതയില്ല, ഒരു ഭരണാധികാരിക്കുമില്ല. എന്താ? അതൊക്കെ നിങ്ങൾ പത്രം വായിക്കുന്ന നിങ്ങളോട് ഞാൻ പറയണമെന്നില്ലല്ലോ. ഇതൊക്കെ ഈ ജഗത്തിൻ്റെ ഇല്ലായ്മ, ജഗത്തില്ല മിഥ്യ, ബ്രഹ്മസത്യം, ജഗൻ മിഥ്യ. ഇത്രയൊക്കെ മതി നല്ലവണ്ണം ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക്. രാമായണത്തിലെ ഈ അയോധ്യാകാണ്ഡത്തിലെ ലക്ഷണോപദേശം മാത്രം വായിച്ചാൽ സകല വേദാന്ത തത്വവും അനുഭവിച്ചറിയാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. സാക്ഷാൽ രാമദേവൻ അതിന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.